അങ്ങനെ നമ്മളിനി മുന്തിരി വൈൻ ഉണ്ടാക്കാനൊക്കെ ഇവിടെ ക്രിസ്മസിൻ്റെ അന്ന് എടുക്കാൻ പാകത്തിന് തലേദിവസം എടുക്കാൻ പാകത്തിനാണ് ഞാൻ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ഒരു 3 കിലോ മുന്തിരി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് നന്നായി തേച്ച് കഴിഞ്ഞു, കാരണം ഒത്തിരി വിഷം അടിച്ചിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞെട്ടൊക്കെ അടത്തി ഉപ്പിട്ട് വെള്ളം എടുത്ത് നന്നായി കഴുകിയെടുക്കണം കേട്ടോ. ഒരുപാട് പഴുത്തുമല്ല, നല്ല പുളിപ്പുമാണ് കേട്ടോ. നല്ല സാധനമാണ്, കേടായതൊന്നുമില്ല. കേടായതൊക്കെ ഞാൻ എടുത്തു മാറ്റി, കാരണം നമ്മൾ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ, കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കാരണം ഞാൻ നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം എടുത്ത് അടത്തി മാറ്റി ക്ലിയറായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഒത്തിരി വിഷമടിച്ച് വരുന്ന സാധനമാണ്. മുന്തിരി പറിക്കുന്നിടത്ത് കണ്ടാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും കായ്ക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നന്നായി ഉപ്പിട്ട് നന്നായി കഴുകിയെടുക്കണ്ട്. അതല്ല, മുന്തിരി വൈനൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾക്കും പ്രസവിച്ച സ്ത്രീകൾക്കും ഒക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. അല്ലാത്ത സ്ത്രീകൾക്ക് കഴിച്ചാലേ വളരെ നല്ലതല്ല, കാരണം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കത് കഴിക്കുന്നതാണ്, ബ്ലഡിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റി നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഉടച്ചെടുക്കുവാണേ. ഞാൻ മിക്സിയിലിട്ടൊന്നും അടിച്ചില്ല കേട്ടോ, നന്നായി അങ്ങ് പീച്ചിയെടുത്തു. പിന്നെ പഞ്ചസാര 3 കിലോയ്ക്ക് 2.25 കിലോ പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചില്ലി ഫറിനകത്തേക്ക് ഇട്ടിട്ട് പട്ട, ഗ്രാമ്പൂ, ഗോതമ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സൂചി ഗോതമ്പ്, വലിയ ഗോതമ്പല്ല, സൂചി ഗോതമ്പാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, സൂചി ഗോതമ്പ് ഒരു പിടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 7 ദിവസത്തോളം എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഫൈനലി, കണ്ടോ. ഇനി നമുക്കത് ക്രിസ്മസിൻ്റെ സാധനങ്ങളോടൊപ്പം കാണാം കേട്ടോ. ഫൈനൽ റിസൾട്ട് നമുക്കന്ന് ഊറ്റിയെടുക്കാം. 24-ാം തീയതി വൈകുന്നേരം എനിക്കത് ഊറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ.